Hello friends, welcome to my channel. So, ഇന്ന് നമ്മൾ നോക്കുന്നത് പേഴ്സണാലിറ്റി തിയറീസിൽ വേറൊരു തിയറി, എറിക്സൻ്റെ തിയറിയാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫാർ നമ്മൾ ഇത്രയും വീഡിയോസിൽ നമ്മൾ ചെയ്തത്, ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണാലിറ്റീനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഓരോ തിയറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ട്രേറ്റ് തിയറി പറഞ്ഞു, ടൈപ്പ് തിയറി പറഞ്ഞു, സൈക്കോസെക്ഷൽ തിയറി പറഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ എറിക്സൺസ് സൈക്കോസോഷ്യൽ തിയറി. സോ അതിനു മുമ്പ് നമുക്ക് എറിക്സൺ ആരായിരുന്നു നോക്കാം. Erickson was a psychologist who developed one of the most popular and influential theories of development. While his theory was impacted by psychoanalytic theory, Sigmund Freud's work, Erickson's theory centered on psychosocial development rather than this psychosexual development. In this, Erickson maintained that personality develops in a predetermined order through 8 stages of psychosocial development, that is from infancy to adulthood. 8 സ്റ്റേജസ് ആണ് ഇവിടെ പേഴ്സണാലിറ്റിയിലുണ്ട് എന്ന് എറിക്സൻ്റെ വാദം. അപ്പം അതിൽ ഇൻഫാൻസി മുതൽ ഏർലി ചൈൽഡ്ഹുഡ്, പ്രീ സ്കൂളർ, അഡോളസൻസ്, അങ്ങനെ അഡൾട്ട്ഹുഡ് വരെ, അതായത് ഏറ്റവും ഏജ് ആവുന്ന കാലം വരെയുള്ള ഒരു ക്രമാതീതമായിട്ട് നമുക്കുണ്ടാവുന്ന സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ് എറിക്സൻ്റെ സൈക്കോസോഷ്യൽ തിയറി പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, 8 സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്. സെക്കൻഡ് സ്റ്റേജസ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് എന്ന് പറയുന്നത് ബർത്ത് ടു 1 year ആണ് അതിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ടിൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്, 2 to 3 yearsലുള്ള കുട്ടികളാണ്. അടുത്തത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ടിൽ ഉൾപ്പെടുന്നത് മിഡിൽ ചൈൽഡ്ഹുഡിലുള്ള ആൾക്കാരാണത്, പ്രീ സ്കൂളേഴ്സ് 4 to 5 years ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ദെൻ ഇൻട്രസ്റ്റ് വേഴ്സസ് ഇൻഫീരിയോറിറ്റി, സ്കൂൾ ഏജിലുള്ള കുട്ടികൾ. ദെൻ അഡോളസൻസ് പീരീഡിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ദെൻ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, അത് 18 to 35 years ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജസ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ദാറ്റ് ഈസ് 35 to 50 or 60 yearsലുള്ള ആൾക്കാരാണ് വരുന്നത്. ദെൻ ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾഡ് ഏജ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് 60+ years പീപ്പിൾ. അപ്പോൾ ഇത്രയും 8 സ്റ്റേജസ് ആണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ എക്സ്പ്ലനേഷൻസിലൂടെ നമുക്കത് ഓരോ സ്റ്റേജും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് എന്ന് പറയുന്നുള്ള ആ സ്റ്റേജിലേക്കാണ്. ഇൻഫാൻസി പീരീഡാണ്. അവിടെ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് ഇൻഫാൻസി പീരീഡിലുള്ള കുട്ടികളാണ് അതിനകത്തുള്ളത്. ഏജ് ഗ്രൂപ്പേഴ്സ് ബർത്ത് ടു 1 year. ഇതിൽ മേജർ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ട്രസ്റ്റും മിസ്ട്രസ്സും തന്നെയാണ്. ബിക്കോസ് ചിൽഡ്രൻ ലേൺ ടു ട്രസ്റ്റ് അതേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ ഇൻട്രാക്ഷൻസ് വിത്ത് ദെയർ കെയർ ഗിവേഴ്സ്. ഇഫ് എ ചൈൽഡ് റിസീവ്സ് കൺസിസ്റ്റൻറ്റ് കെയർ, he develop trust and gain confidence, and also he is able to feel secure even when threatened. If unsuccessful completion of this stage can result mistrust. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന ആ സമയത്ത് അവർക്ക് ആദ്യം കിട്ടുന്നത് എന്താണ്, കുറച്ച് കെയറാണ് കിട്ടുന്നത്. അത് പാലിൻ്റെ ഭക്ഷണത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ ഉറക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിനും അവർക്ക് കിട്ടുന്ന കെയറാണ് അവർ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ അവർ ആരാണോ അവർക്ക് കെയർ കൊടുക്കുന്നത് അവരോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഒരു 4 മാസം മുതൽ പ്രായമുള്ള കുട്ടികളെ നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അവർ വരില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. പക്ഷേ 1 മാസം 2 മാസം ഉള്ള കുട്ടികളാണെങ്കിൽ വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് എടുക്കുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യില്ല. വരും എന്ന് വെച്ചാൽ അത് ചാടി വരും എന്നല്ല, നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് അവർ റെസിസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഒരു 4 മുതൽ ഒരു 6 മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ട്രസ്റ്റ്.
ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആ കുഞ്ഞിന് അമ്മയോടുള്ളത് കൊണ്ടാണ് അത് വരാത്തത്. നമ്മളിൽ മിസ്ട്രസ് ആയതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരാത്തത്. ആരാണോ കെയർ കൊടുക്കുന്നത്, കോൺസിസ്റ്റൻറ്റ് കെയർ ആരാണോ കൊടുക്കുന്നത്, ആ ആളോട് ഹി ഡെവലപ്സ് ട്രസ്റ്റ് ആൻഡ് ഗെയിൻ കോൺഫിഡൻസ്. ദെൻ വിർച്യു ഡെവലപ്ഡ് ഇൻ ദിസ് സ്റ്റേജ് ഇസ് ഹോപ്പ്. ഹോപ്പാണ് ഇവിടെ ഉണ്ടാവുന്ന അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോപ്പാണ്. അവർക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷയാണ്. ഇറ്റ് ബിലീവ്സ് ദാറ്റ് തിങ്സ് വിൽ വർക്ക് ഔട്ട് വെൽ. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡിലുള്ള പീപ്പിളാണ്. 2 to 3 ഇയേഴ്സിലുള്ള ചിൽഡ്രൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറയുന്നത് ദേ വിൽ വിയർ ഓൺ ക്ലോത്ത്സ്, ടോയ്ലറ്റ് ട്രെയിനിങ്, ഫുഡ് പ്രിഫറൻസസ്, ചൂസിങ് ഓഫ് ടോയ്സ്, അതൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ ദിസ് ചിൽഡ്രൻ ബിഗൺ ടു അസേർട്സ് ദെയർ ഇൻഡിപെൻഡൻസ് ആൻഡ് വാണ്ട് ടു ചൂസ് വാട്ട് ദേ വെയർ, eat, etc. They start learning motor skills. Attaining self-control is an important lesson to be learned. And parents must balance between encouraging their child's autonomy and protecting her from failure. So, attaining self-control is an important lesson to be learned. ഇവിടെ ഇൻഡിപെൻഡൻസ്, അതായത് കുട്ടികൾ ആഗ്രഹിക്കും അവർ എന്തിടണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പ്രിഫറൻസസ് വരാൻ തുടങ്ങുന്ന സ്റ്റേജ് ഈ ഒരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് അവരെ ടോയ്ലറ്റ് ട്രെയിനിങ് ശീലിപ്പിക്കേണ്ടതും അവർ ശീലിക്കുന്നതും. അപ്പോൾ സപ്പോസ് ഈ ഒരു സ്റ്റേജിൽ അത് അറ്റൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ദാറ്റ് മേ ബി ലീഡ് ടു വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിലേക്ക് അത് നയിച്ചേക്കാം. വിർച്യു ഡെവലപ്ഡ് ഇൻ ദ സ്റ്റേജസ് വിൽ പവർ ഓർ ഡിറ്റർമിനേഷൻ. ദെൻ നെക്സ്റ്റ് സ്റ്റേജസ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്ന സ്റ്റേജാണ്. മിഡിൽ ചൈൽഡ്ഹുഡിലുള്ള കുട്ടികളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. 4 to 5 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള ചിൽഡ്രൻ ആണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ചിൽഡ്രൻ ടേക്ക് ഇൻ ദിസ് psychosocial conflicts is initiative versus guilt. The major questions asking by this group is, am I good or bad? ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു കാര്യമാണ്, ഒരു എക്സ്പ്ലോറേഷനാണ് ഇവിടെ വരുന്നത്. ചിൽഡ്രൻ ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ആൻഡ് പ്ലാൻ ദെയർ ഓൺ ആക്ടിവിറ്റീസ്. ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഇൻഗുസ്റ്റിവ്നെസ്. Given the right opportunities, children develop a sense of initiative and feel secure in their ability to lead others and make decisions. If they are excessively criticized or controlled, they may develop a sense of guilt and fail to develop initiative. ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് ഒക്കെ എടുക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ചെടി നനയ്ക്കാനും ബാക്കിയുള്ള കുറേ അന്വേഷണപരമായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. സപ്പോസ് നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ മേ ഫീൽ ഗിൽട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് അതാണ് അവരുടെ ഈ സ്റ്റേജിലുള്ള ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത്. വിർച്യു ഡെവലപ്ഡ് ഇൻ ദിസ് സ്റ്റേജസ് പർപ്പസസ് ഓർ ദ കപ്പാസിറ്റി ഫോർ ദ ആക്ഷൻ ഡിസ്പൈറ്റ് പാസ്റ്റ് ഫെയിലിങ്സ്. പർപ്പസസ് ആൻഡ് ഡയറക്ഷൻസ് ആണ് ഈ ഒരു അസോസിയേറ്റീവ് ഈ സ്റ്റേജിൽ കാണുന്ന ഒരു അസോസിയേറ്റീവ് വിർച്യു എന്ന് പറയുന്നത്. ആൻഡ് ഇനീഷ്യേറ്റ് ഓൺ ആക്ടിവിറ്റീസ്. അവരുടെ ആക്ടിവിറ്റീസ് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അവരെ ഓൺ ആക്ടിവിറ്റീസൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ലേറ്റ് ചൈൽഡ്ഹുഡ് കുട്ടികളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. 6 to 11 ഇയേഴ്സ് ഓഫ് ഏജ്. ഈ ഒരു ഡെവലപ്മെൻ്റൽ പീരീഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ക്യാൻ ഐ ബി ഗുഡ് ഓർ ബാഡ്, എനിക്ക് എങ്ങനെയാണ് ഒരു നല്ല കുട്ടിയായിരിക്കാൻ പറ്റുന്നത് എന്നുള്ള ചിന്തയാണ് അവരിൽ ഉളവാവുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക് വിർച്യു എന്ന് പറയുന്നത് കോമ്പിറ്റൻസ് ആണ്. Children begins to develop a sense of pride in their accomplishment and gain self-confidence in this stage. അതാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അവരുടെ നേട്ടങ്ങളിൽ അവർക്ക് അഭിമാനം കൊള്ളുകയും ഒരു സെൽഫ് കോൺഫിഡൻസ് അതുവഴി ഉണ്ടാവുകയും ചെയ്യുന്നു. ആൻഡ് അക്കാദമിക്
സ്കിൽസ് അറ്റൈൻ ചെയ്യുന്നു ആൻഡ് റിലേറ്റിംഗ് വിത്ത് പിയർ ഗ്രൂപ്പ്സ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ഫോർ ദെയർ സെൽഫ് എസ്റ്റീം. ഏറ്റവും കൂടുതൽ പിയർ ഗ്രൂപ്പായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു പീരീഡും ഈ ഒരു പീരീഡ് തന്നെയാണ്. ആൻഡ് ടീച്ചേഴ്സ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽപ്പിംഗ് ചിൽഡ്രൻ to reach their potential, and parents must have reasonable expectations and provide positive feedback so that children do not develop feeling inferiority. So പാരൻസിനും ടീച്ചേഴ്സിനും ഈ ഒരു പീരീഡിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ടീച്ചേഴ്സ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽപ്പിംഗ് ചിൽഡ്രൻ ടു റീച്ച് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് ഓൾസോ parents must have reasonable expectations and provide positive feedback so that children do not develop feeling of inferiority. Otherwise they feel inferiority. അവരൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ അവരെ അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ they may feel inferiority. അപ്പോൾ അവർക്ക് ഇൻഫീരിയോറിറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാരൻസും ടീച്ചേഴ്സും അവർ കുഞ്ഞു കാര്യം കണ്ടാൽ പോലും അവർ ചെയ്ത കാര്യങ്ങൾ അഭിനന്ദിക്കുക. അവരെ കുഞ്ഞു ഇത് ചെയ്തല്ലോ, നല്ല കുട്ടിയാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കുക. അല്ലെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നല്ല കുട്ടിയാവും എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കുക. ദെൻ വിർച്യു ഇൻ ദിസ് സ്റ്റേജ് ഈസ് കോമ്പറ്റൻസ്. കോമ്പറ്റൻസ് ആണ് ഈ ഒരു സ്റ്റേജിൽ കാണുന്ന വിർച്യു എന്ന് പറയുന്നത്. ചിൽഡ്രൻ ഡേൾ ദ പ്ലഷർ ഓഫ് അപ്ലൈയിങ് ദംസെൽഫ് ടു ടാസ്ക് ഓർ ദ ഫീൽ ഇൻഫീരിയർ. അതാണ് കോമ്പറ്റൻസ്. ഒരു മെൻറ്റാലിറ്റിയൊക്കെ ഈ ഒരു സ്റ്റേജിൽ ഡെവലപ്പ് ആവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റേജസ് ഈഗോ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഈഗോ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അഡോളസെൻറ്റ് പീരീഡിലുള്ള കുട്ടികളാണ് ഈ ഒരു ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്നത്. ആൻഡ് ദ ഏജ് ഗ്രൂപ്പ് ഈസ് 12 to 18 or 19 years. ഈ ഒരു സ്റ്റേജിലാണ് ഈഗോ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അവരാരാണ്, അതായത് ഐഡൻറ്റിറ്റിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ വരുന്നത്. പിന്നെ അവർക്ക് ഉണ്ടാവുന്ന ഏത് റോളാണ് അവർക്ക് എന്ന് മനസ്സിലാവാത്തതിൻ്റെ ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഈഗോ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ മേജർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യമായിരിക്കും അവരുടെ മുമ്പിൽ ഉണ്ടാവുന്നത്. ആൻഡ് അഡോളസെൻസ് ആർ മോർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ബിഗിൻ ടു ടുക്ക് അറ്റ് ദ ഫെയിലിയർ ഇൻ ടേംസ് ഓഫ് കരിയർ ആൻഡ് റിലേഷൻഷിപ്പ്. They explore possibilities and begin to form their own identity based on outcomes of their exploration and learn adult roles. It is the period during which body images change and ego identity develops. ഈ ഒരു പീരീഡിലാണ് ബോഡി ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത്. ബോഡിയിൽ പലവിധ ചേഞ്ചസും മാറ്റങ്ങളും ഉണ്ടാവുന്ന ഒരു പീരീഡാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സോ ഈഗോ ഐഡൻറ്റിറ്റി ഡെവലപ്സ്. അപ്പോഴാണ് അവർക്ക് എന്ത് മാറ്റമാണ് അവരിൽ മാറുന്നത് എന്നറിയാത്തൊരു പ്രശ്നം ഉണ്ടാവുന്നത്. ഇഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദെയർ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഈസ് ഹിൻഡേർഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ കൺഫ്യൂഷൻ ബട്ട് ദംസെൽവ്സ് ആൻഡ് ദെയർ റോൾ. ചിലപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റിൽ അവർക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, മീൻസ് അവർക്ക് സപ്പോസ് ഈ ഒരു മാറ്റം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദാറ്റ് മേ ബി റിസൾട്ട്സ് ഇൻ കൺഫ്യൂഷൻ. ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്, ഇതെന്തുകൊണ്ട് എനിക്ക് ഉണ്ടാവുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയും ഈ അഡോളസെൻറ്റ് പീരീഡിൽ ഏറ്റവും കൂടുതലാണ്. വിർച്യു ഇൻ ദ സ്റ്റേജസ് ഫിഡലിറ്റി. ഫിഡലിറ്റിയാണ് ഈ ഒരു പീരീഡിൽ കാണുന്ന ഒരു വിർച്യു, ഒരു ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. 18 to 35 years ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള യങ് അഡൾട്ട്ഹുഡ് പീപ്പിളാണ് ഈ ഒരു ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു ഡെവലപ്മെൻ്റൽ ടൈപ്പിൽ പെടുന്നത്. ദ ടാസ്ക് ഈസ് ടു അച്ചീവ് സം ഡിഗ്രി. ഇപ്പോൾ ഡിഗ്രിയൊക്കെ കിട്ടി കഴിഞ്ഞുള്ളൊരു ജോലീൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് ആരോടെങ്കിലും ഒരു ഇൻറ്റിമസി തോന്നുക, ഒരു സ്നേഹം തോന്നുന്നതാണ് ഇവിടെ. അതായത് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഇവിടുത്തെ ഒരു സൈക്കോസോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദ ടാസ്ക് ഈസ് ടു അച്ചീവ് സം ഡിഗ്രീസ് ഓഫ് ഇൻറ്റിമസി ഓർ ദ എബിലിറ്റി ടു ബി ക്ലോസ് ടു others. Marriage provides a mutually satisfying relationship. If successfully attained, it can lead to a warm relationship with commitments. If failure, it can lead to isolation, loneliness and even ഡിപ്രഷൻ.
അപ്പോൾ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു പീരീഡിലുള്ളത് എന്ന് പറയുന്നത് അവരുടെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവർ ജോലി കണ്ടുപിടിച്ച് അവരൊരു കല്യാണം കഴിക്കുന്ന ഒരു പീരീഡാണ് ഈ ഒരു 18 to 35 years ഓഫ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറയുന്നത് മാരേജ് തന്നെയാണ്. ഇഫ് അവരുടെ മാരേജ് മ്യൂച്വലി സാറ്റിസ്ഫൈങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഫോർ സക്സസ്. അവർക്കൊരു വാം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ലൈഫിലേക്ക്. അപ്പോൾ അവരുടെ ലൈഫ് നല്ല സക്സസ് ആയിരിക്കും. ഇഫ് ഫെയിലിയേഴ്സ് ആണെങ്കിൽ മേ ബി ലീഡ് ടു ഐസൊലേഷൻ, ലോൺലിനെസ് ആൻഡ് ഈവൻ ഡിപ്രഷൻ. മേ ബി ഇതിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനൊക്കെ പോവാതിരിക്കാനുള്ള ഒരുപാട് റെമഡീസും നമ്മളെ കയ്യിൽ ഇന്ന് അവൈലബിൾ ആണ്. സോ ഇതൊക്കെ നമ്മുടെ എറിക് എറിക്സൻ്റെ ചിന്തകളാണ് കേട്ടോ. ദെൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു മേജർ ടാസ്ക് എന്ന് പറയുന്നത് മാരേജ് തന്നെയാണ്. വിർച്യു ഡെവലപ്ഡ് ഇൻ ദി സ്റ്റേജസ് ലവ് ആണ് ഇവിടെ പ്രകടമാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് 7th സ്റ്റേജസ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. 35 to 55 years ഓഫ് ഏജ് ഗ്രൂപ്പിൽ അപ് ടു 60 years ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഈ ഒരു സ്റ്റേജിൽ അടങ്ങിയിരിക്കുന്നത്. ദാറ്റ് ഈസ് മിഡിൽ അഡൾട്ട്ഹുഡിലുള്ള ആളുകളാണ്. ദ മെയിൻ ക്വസ്റ്റ്യൻസ് ഈസ് ഹൗ ക്യാൻ ഐ കോൺട്രിബ്യൂട്ട് ടു ദ വേൾഡ്. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി, പക്ഷേ എനിക്ക് എന്ത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ് ആണെന്നാണ് പറയുന്നത്. So, raising children, being productive at work, becoming involved in community activities and perpetuating culture through one's family are important tasks to be accomplished. Raising children, being productive at work, becoming involved in community activities and perpetuating culture through one's family are important tasks to be accomplished. അപ്പോൾ ഇവിടെ ഈ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ വർക്കിൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ആൻഡ് റൈസിങ് ചിൽഡ്രൻ, അവർക്ക് കുട്ടികളുണ്ടാവും, കുട്ടികളെ വളർത്തിയിട്ടുണ്ടാവും. ആൻഡ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊക്കെ അവർ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യും. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മുന്നിട്ടിറങ്ങുക ഇത്തരം ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. സോ അവരുടെ വിർച്യു ഇൻ ദിസ് സ്റ്റേജസ് കെയർ. ഇപ്പോൾ സപ്പോസ് ഈ ഒരു സ്റ്റേജ് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ദാറ്റ് മേ ബി ലീഡ് ടു സ്റ്റാഗ്നേഷൻ മീൻസ് ഒരു സ്റ്റോപ്പേജ്. ചിലപ്പോൾ ഈ ഒരു സ്റ്റേജ് ഒരു സ്റ്റോപ്പേജ് പോലെ, ഒരു സഡൻ ബ്രേക്ക് പോലെ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് വിച്ച് ഇൻ ടേൺ ലീഡ് ടു സെൽഫ് അബ്സോർപ്ഷൻ ആൻഡ് ഫീലിംഗ് ഓഫ് ബീയിങ് അൺപ്രൊഡക്റ്റീവ്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ ഈ ഒരു സ്റ്റേജ് സക്സസ് ആയിട്ടില്ലെങ്കിൽ മേ ബി അയാൾക്ക് തോന്നാം ഇത്രയും പ്രായമായി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ചിലപ്പം ഉണ്ടായേക്കാം. ആൻഡ് വിർച്യു ഇൻ ദിസ് സ്റ്റേജസ് കെയർ. The last stage is ego identity versus despair. That is 55 to 60 years and above. This is a period of slowing of one's productivity which comes with retirement. It is a time to take stock of one's accomplishment and develops a sense of ego integrity by coming to terms with life. സോ ദിസ് ഈസ് എ പീരീഡ് ഓഫ് സ്ലോയിങ് ഓഫ് വൺസ് പ്രൊഡക്ടിവിറ്റി. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരാളുടെ റിട്ടയർമെൻറ്റ് കാലഘട്ടമാണ്, അല്ലെങ്കിൽ അയാളുടെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ടൈം ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് വൺസ് അക്കംപ്ലിഷ്മെൻറ്റ് ആൻഡ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ഈഗോ ഇൻറ്റഗ്രിറ്റി ബൈ കമ്മിങ് ടു ടേംസ് വിത്ത് ലൈഫ്. If one sees life as being unproductive, it may become feeling of guilty and results in feeling of despair, often causing depression. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഒരു ഈഗോ ഇൻറ്റഗ്രിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ മേ ബി ഈ ഒരു പീരീഡ് അവർക്ക് സക്സസ് ആയിട്ടില്ല എങ്കിൽ, അൺപ്രൊഡക്റ്റീവ് ആണ് എന്ന് അവർക്ക് എൻ്റെ ലൈഫ് ഒന്നിനും കൊള്ളാത്തതായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ ദാറ്റ് മേ ബി കോസിങ് ഡിപ്രഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അല്ലെങ്കിൽ ലൈഫ് അറ്റൈൻ ചെയ്തു, മാക്സിമം ഞാൻ എൻജോയ് ചെയ്തു, ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഞാൻ എന്തൊക്കെയോ അറ്റൈൻ ചെയ്തിട്ടുണ്ട്, ഞാനൊരു ഗുഡ് സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അത് സക്സസ് ആണ് എന്ന് നമുക്ക് പറയാം. അത് അല്ല എങ്കിൽ ദാറ്റ് മേ ബി ഗോ ടു ഡിപ്രഷൻ. ചിലവർക്ക് ഡിപ്രഷനൊക്കെ വന്നു പോകാൻ സാധ്യതയുണ്ട്. വിർച്യു ഇൻ ദിസ് സ്റ്റേജ് ഈസ് വിസ്ഡം. ദെൻ
ഇത്രയൊക്കെയാണ് നമ്മൾ എറിക് എറിക്സൻ്റെ തിയറി പറയുന്നത്. അപ്പോൾ 8 സ്റ്റേജസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഈഗോ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. അങ്ങനെ പറഞ്ഞിട്ടുള്ള 8 സ്റ്റേജസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു ഓൾ understood this. Thank you, and theories of personality will be continued on next class. Thank you.